ഹായ്. അപ്പോഴേ നമ്മളെ കത്തി, കത്രിക, തുരുമ്പിച്ച കത്തി, അതേപോലെ തന്നെ നൈൽ കട്ടർ, ഇതെല്ലാം വളരെ ഈസി ആയിട്ട് തന്നെ നിമിഷ നേരം കൊണ്ട് നമുക്ക് തുരുമ്പും മാറ്റിയെടുക്കാം, മൂർച്ച കൂട്ടിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം പേസ്റ്റ്, ഏത് കളർ പേസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല, എല്ലാത്തിലും തേച്ച് കൊടുക്കുക. കത്തിയിലും കത്രികയിലും നൈൽ കട്ടറിലും എല്ലാം ഈ പേസ്റ്റ് തേച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നല്ല തിളച്ച വെള്ളം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ബേസണിനകത്തോട്ടാണ് ഞാൻ എല്ലാം ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പുപൊടി, ഒരു പാത്രത്തിൽ കുറച്ച് ഉപ്പുപൊടിയും പകുതി നാരങ്ങ, അത് മാത്രം മതി. ഇത് മൊത്തം ഒന്ന് ഇതേപോലെ ഒന്ന് ഉരച്ച് കൊടുക്കുക. സ്ക്രബ്ബറോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട, വെറും ഉപ്പുപൊടിയും നാരങ്ങ മാത്രം മതി. ഇതുപോലെ എല്ലാം ഒന്ന് തേച്ച് കൊടുക്കുക. ഒരുപാടിട്ട് ഉരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി നമുക്ക് കണ്ടോ ആ കത്തിയുടെ തുരുമ്പൊക്കെ പോകുന്നതുണ്ടോ? അപ്പോൾ തുരുമ്പ് എല്ലാം പോയി കിട്ടും കേട്ടോ. നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ അഴുക്ക് വെള്ളം കണ്ടോ, ഇത്രയും വെള്ളം അതിനകത്ത്, ആ തുരുമ്പ് എല്ലാം ഇറങ്ങിയിട്ടുള്ള വെള്ളമാണേ. ഇനി നമുക്ക് അതിനകത്തുനിന്ന് ക്ലീനാക്കി എടുക്കാം. കണ്ടോ കത്തിയൊക്കെ നല്ല രീതിയിൽ വെട്ടി തിളങ്ങുന്നതായിട്ട് കാണാം. ഇനി ആ അഴുക്ക് വെള്ളം കണ്ടോ, നമുക്ക് ഇതങ്ങ് കളയാം കേട്ടോ. നല്ല രീതിയിൽ തുരുമ്പൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ തലേ ദിവസം ഇതുപോലെ തിളച്ച വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് തേച്ചാലും മതി. ഇതിപ്പം ഞാൻ അപ്പം തന്നെ കാണിക്കുകയാണ്. ഇനി നമുക്ക് നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കാം. കണ്ടോ കത്രികയുടെയും കത്തിയുടെയൊക്കെ ആ ഒരു തിളക്കം. ഇനി നമുക്ക് ഒന്ന് മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട്, ഈ നെയിൽ കട്ടറും എല്ലാം മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് സാൻഡ് പേപ്പർ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. കത്തിയും കത്രികയും അതേപോലെ തന്നെ നെയിൽ കട്ടറും എല്ലാം അതിനകത്ത് മൂർച്ച കൂട്ടിയെടുക്കാം. അപ്പോൾ എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം കണ്ടോ നല്ല രീതിയിലെല്ലാം തിളങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സാൻഡ് പേപ്പറിനകത്ത് നമുക്ക് കത്രികയും കത്തിയും എല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ മുറിച്ച് കൂടി കിട്ടും കേട്ടോ. അപ്പം അതേപോലെ തന്നെ കത്തിയും ഇതിനകത്തോട്ട് ഉരച്ചെടുക്കാം. അതുപോലെ നെയിൽ കട്ടർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ആ പേപ്പറിനകത്തോട്ട് കേട്ടോ. അപ്പോൾ കണ്ടോ എല്ലാം വളരെ എളുപ്പത്തിൽ തന്നെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനൊന്ന് തുണിയൊന്ന് മുറിച്ച് കാണിക്കാവേ. അതും ബനിയൻ തുണിയാണ്. ഭയങ്കര പാടുള്ള തുണിയാണ് ഞാൻ കട്ട് ചെയ്ത് കാണിക്കുന്നത്. വളരെ ഈസി ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ചാനലിലുണ്ട്, ആവശ്യമുള്ളവരെ കാണണം കേട്ടോ. ഹായ്. അപ്പോഴേ നമ്മളെ കത്തി, കത്രിക, തുരുമ്പിച്ച കത്തി, അതേപോലെ തന്നെ നൈൽ കട്ടർ, ഇതെല്ലാം വളരെ ഈസി ആയിട്ട് തന്നെ നിമിഷ നേരം കൊണ്ട് നമുക്ക് തുരുമ്പും മാറ്റിയെടുക്കാം, മൂർച്ച കൂട്ടിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം പേസ്റ്റ്, ഏത് കളർ പേസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല, എല്ലാത്തിലും തേച്ച് കൊടുക്കുക. കത്തിയിലും കത്രികയിലും നൈൽ കട്ടറിലും എല്ലാം ഈ പേസ്റ്റ് തേച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നല്ല തിളച്ച വെള്ളം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ബേസണിനകത്തോട്ടാണ് ഞാൻ എല്ലാം ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പുപൊടി, ഒരു പാത്രത്തിൽ കുറച്ച് ഉപ്പുപൊടിയും പകുതി നാരങ്ങ, അത് മാത്രം മതി. ഇത് മൊത്തം ഒന്ന് ഇതേപോലെ ഒന്ന് ഉരച്ച് കൊടുക്കുക. സ്ക്രബ്ബറോ കാര്യങ്ങളോ ഒന്നും